പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിൽ പൊട്ടിപ്പുറപ്പെട്ട ഹിജാബ് വിഷയം അവിചാരിതമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടതാണ്. അത് ഒരു രാഷ്ട്രീയ പ്ലാനിങ്ങോടുകൂടി ഹെലീന എന്ന് പറഞ്ഞ കന്യാസ്ത്രീ തുടങ്ങിയതാണെന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. വളരെ അവിചാരിതമായിട്ട് പൊട്ടിപ്പുറപ്പെട്ട ഒരു കുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരുന്നു. 4 മാസം ധരിക്കാത്ത ഹിജാബ്, തുടക്കത്തിൽ ധരിക്കരുതെന്ന് പറഞ്ഞ ഹിജാബ് 4 മാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഓർമ്മ വന്നു അവരൊരു മുസ്ലിം ആണോ എന്ന് ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് ഹിജാബ് ധരിച്ചു വരുന്നു. പിതാവ് അത് ഏറ്റെടുക്കുന്നു. അങ്ങനെ കൈവിട്ടു പോയിട്ട് അതിനുശേഷം സംഘടനകൾ ഏറ്റെടുക്കുന്നു. മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വയ്ക്കുന്നു, ഒരു മുഴം തുണിയല്ലേ കെട്ടിക്കൂടെ എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്. ഒപ്പം തന്നെ സംഘടനകൾ വരുന്നു, ഹിജാബല്ലേ, ഇതല്ലേ, കന്യാസ്ത്രീ ധരിക്കുന്നില്ലേ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിരോധങ്ങൾ. അവിടെ നിന്ന് നേരെ തിരിച്ച് ഏകദേശം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3-ാം ദിവസം 4-ാം ദിവസം ഇത് തണുപ്പിക്കാനായിട്ടുള്ള ഇതുകളാണ് SDPI പോലുള്ള സംഘടനകൾ പോലും എടുത്തത്. അപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തണുപ്പിക്കാൻ അവര് തന്നെ മുന്നോട്ട് വന്നേക്കാം. ഈ പിതാവ് പറഞ്ഞു ഞാൻ TC വാങ്ങി പോകൊണ്ട് അവസാനിപ്പിച്ചേക്കാം എന്ന് പറയുന്നു. ഒപ്പം തന്നെ വേറെ ഏതോ ഹിജാബ് കുട്ടിയും കൂടി ഇതിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയണേ. അങ്ങനെ ഇതിനിടയിൽ ഈ 3-4 ദിവസത്തിനുള്ളിൽ ഒട്ടനവധി ഭീഷണികൾ വരെയാണ്. SDPI പറയണത് എല്ലാ ഇസ്ലാമിക കുട്ടികളെയും ഞങ്ങൾ സ്കൂളുകളിൽ നിന്ന്, കത്തോലിക്ക വിഭാഗത്തിന്റെ സ്കൂളുകളിൽ നിന്ന് പിൻവലിച്ച് അത് പൂട്ടിക്കും എന്നുള്ള ഭീഷണികളൊക്കെ പൊന്തി. അപ്പൊ അതിന് ഇപ്പൊ കെവിൻ പീറ്റർ ബ്രദർ, ഇതിൽ കാസയുടെ കെവിൻ പീറ്റർ ബ്രദർ പറഞ്ഞു, എന്നാൽ നമുക്ക് അങ്ങനെയാവാം, നിങ്ങളുടെ ഹലാൽ ബോർഡുകൾ എടുത്ത് മാറ്റിയോണം, പലതും നിങ്ങൾ മാളുകളൊക്കെ അടച്ചു പൂട്ടും, ഫത്വ അവിടെ നിന്ന് വന്ന ഫത്വ ഇവിടുന്ന് വെക്കും എന്ന് കെവിൻ പീറ്റർ ബ്രദർ തിരിച്ച് ഭീഷണിപ്പെടുത്തി. അങ്ങോട്ട് ഫത്വ വെച്ച മാളുകൾ, കാരണം ഇന്ന് ഒട്ടനവധി മതം നോക്കി കടയിൽ കയറാൻ ഈ തെക്കൻ കേരളത്തിലും 75% ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉണ്ട്. മതം നോക്കി കടയിൽ കയറി സാധനം വാങ്ങാൻ തീരുമാനം എടുത്താ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നേ, അതുപോലെ തീരുമാനം എടുത്താ എന്താവും? നിങ്ങളാണ് കച്ചവടക്കാർ മുഴുവനും. ഈ പറഞ്ഞ ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ടവരാണ് മാളുകളും സകലമാന കച്ചവടങ്ങളും നടത്തുന്നവരും. അപ്പൊ ഈ കച്ചവടങ്ങൾക്കൊക്കെ മതം നോക്കിയുള്ള ഇതിലേക്ക് തീർന്നു കഴിഞ്ഞാല്, ഒപ്പം തന്നെ നിങ്ങൾ ഹലാൽ ബോർഡ് നിങ്ങളടക്കം എടുത്ത് മാറ്റിയിട്ട് ഹോട്ടലിന്റെ പേര് ആൻമാരിയ, ഉള്ളിൽ മമ്മദ് കുട്ടി എന്നുള്ള ഇതിലേക്ക് വരെ വർഗീയത വളർന്നു വന്നു. മതേതരത്വം പറയുന്നവർ പറഞ്ഞോട്ടെ, ആ രീതിയിലേക്ക് വന്നു. പക്ഷെ ഇത് തണുപ്പിക്കാനായിട്ടുള്ള ഇതാണ് ഇസ്ലാം വിഭാഗത്തിൽ നിന്ന് പിന്നീട് വന്നത്. കാരണം ഇത് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാല് ഒരു പക്ഷെ അവരൊന്നും പ്രതീക്ഷിക്കാത്ത രീതികൾ, ഫത്തുവകൾ, മാളുകളിൽ തൊട്ട് ഹലാല് ബോർഡുകൾ തൊട്ട് ഇറച്ചി വാങ്ങുന്നതിൽ തൊട്ട് ഉപ്പ് മുതൽ കർപ്പൂരം വരുന്ന വാങ്ങുന്ന സാധനങ്ങൾ പോലും ഹിന്ദു ക്രിസ്ത്യാനി എണ്ണാൻ തുടങ്ങും. ഒപ്പം തന്നെ 2 ഇലക്ഷനാണ് വരുന്നത്. ഈ ഇലക്ഷനിൽ കൈപ്പത്തിയും കോണിയും ഒക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാര് കോൺഗ്രസ് പാർട്ടിക്കും കിട്ടും പണി, മുസ്ലിം ലീഗിനും കിട്ടും പണി. കാര്യം മലപ്പുറത്ത് നിങ്ങളൊരു 60-70% ഉണ്ടെങ്കിൽ പോലും ആ വടക്കൻ ഇതില് വർഗീയത നോക്കി കുത്താവുന്ന മതേതരത്വ പാർട്ടി മുസ്ലിം ലീഗൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാവും. ഇത്ര നാൾ പറ്റിച്ചിരുന്നില്ലേ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും, അവിടെയൊക്കെ പണി കിട്ടും. അപ്പൊ അത് വന്നപ്പോ തലപ്പത്തുനിന്ന് വന്നു. അതായത് അറിയാതെ പൊട്ടിപ്പുറപ്പെട്ട ഹിജാബ് കത്തിക്കേറിയ ഇലക്ഷനിലേക്ക് അടുത്ത 2 വളരെ നിർണായകമായ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഇത്. കാരണം പാവം ഈ സാധാരണക്കാര് രാവിലെ എഴുന്നേൽക്കുന്ന 8 മണിക്ക് ജോലിക്ക് പോകുന്നു, 5 മണി 6 മണി 7 മണിയാകുമ്പോൾ തിരിച്ചു വരുന്നു. അല്ലാതെ അവര് പ്രത്യേകമായിട്ട് വർഗീയമായിട്ടോ പ്രത്യേകിച്ച് ഹിന്ദുവോ ക്രിസ്ത്യാനി ചിന്തിക്കാറില്ല. ആ ചിന്തയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ വോട്ടിങ്ങിലും ഇലക്ഷനിലും സാധനങ്ങൾ വാങ്ങുന്നതിലേക്കും വരെ എത്തുമെന്നാണ് കെവിൻ പീറ്റർ ബ്രദർ പറഞ്ഞത്. അപ്പോഴാണ് മോളിന്ന് ആഹ്വാനം വരുന്ന, ഇത് അത്രം അങ്ങോട്ട് കടുപ്പിക്കണ്ട, എവിടെ മൂവാറ്റുപുഴ എവിടെ ഇരിക്കുന്ന SDPIയുടെ നേതാവ് പറഞ്ഞു, കൊച്ചിനും വാങ്ങി TC വാങ്ങി പോയരുത്, അത്ര സമയം നല്ലതല്ല, തണുപ്പിച്ചേര് എന്ന് ഉള്ള ആഹ്വാനം. കാരണം ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒത്ത് വോട്ട് ചെയ്യാനും സാധനങ്ങൾ വാങ്ങാനും ഉപഭോക്തൃ ഇതിലും ആ ഒരു ഇത് കാണിച്ചു കഴിഞ്ഞാല് അടി കിട്ടണത് ഇസ്ലാമിനെ തന്നെയായിരിക്കും. നിങ്ങൾ കത്തോലിക്ക സ്കൂളുകളിൽ നിന്ന് കൊണ്ടുപോ പിള്ളേരെയൊക്കെ വിളിച്ചു കൊണ്ടുപോ. എന്ത് കാണിക്കും? നിങ്ങൾക്കും വിദ്യാലയങ്ങളുണ്ട്, വിദ്യാലയങ്ങൾ നിങ്ങൾക്കും ഉണ്ട്. ഒപ്പം തന്നെ ഈ MES മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി, ഫസൽ ഗഫൂർ ഒന്നും മിണ്ടലിലോ എന്താ മിണ്ടാത്ത? കുറെ ഘടകങ്ങളുണ്ടായില്ലേ, അവിടെ പ്രാർത്ഥനാ മുറി കൊടുക്കോ? ഫസൽ ഗഫൂർ പ്രാർത്ഥനാ മുറി കൊടുക്കോ MESന്റെ സ്ഥാപനങ്ങളിൽ? അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറി എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ പ്രാർത്ഥനാ മുറി, കുരിശും രൂപങ്ങളും വെച്ചിട്ട്, അല്ലെങ്കിൽ കൃഷ്ണന്റെ രാമന്റെ ഒക്കെ രൂപം വെച്ചിട്ട് പ്രാർത്ഥനാ മുറി കൊടുക്കുക അവിടെ.
അവിടെ നിങ്ങൾ തണുപ്പിക്കാൻ നോക്കിയാലും തണുക്കില്ല. ഇത് തണുക്കാണ്ട് നിൽക്കും. കാലം മാറി. പണ്ടത്തെ ഇത് മാത്രമല്ല, ഈ പത്രമാധ്യമങ്ങൾ പണ്ടത്തെ മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങൾ നിൽക്കുന്നുണ്ട്. അത് ചൂടോടുകൂടി തന്നെ വരും. അതിന്റെ ഫലങ്ങൾ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത ഏതാനും മാസങ്ങളുള്ളൂ. 7 മാസത്തിനുള്ളിൽ 2 ഇലക്ഷൻ, വലിയ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഇലക്ഷനും വരാൻ പോവാണ്. അപ്പൊ കെവിൻ പീറ്റർ ബ്രദർ അതിന്റെ വെല്ലുവിളി, കാസയുടെ വെല്ലുവിളി RSSന്റെയും ഹൈന്ദവ സംഘടനകളുടെയും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ പോലുള്ള നേതാക്കന്മാരും നിരന്നു നിന്നാല് ചിലപ്പോൾ മതേതര പാർട്ടികളൊന്ന് കുലുങ്ങി തവണ ഇലക്ഷനിൽ. അത്ര എനിക്ക്